ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് 2 പൊട്ടറ്റോ ആണ് ഇതിലേക്ക് ആവശ്യം. 2 പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്. പിന്നെ 1/2 കപ്പ് റവ. ഈ റവ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ 4 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. നമുക്ക് റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയാണ് ആവശ്യം. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി കൂടി ചേർക്കാം. എന്നിട്ട് നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും ഇതുപോലെ തന്നെ നല്ലൊരു മൂത്ത് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവ ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഈ ഉരുളക്കിഴങ്ങ് കേട്ടോ. എന്നിട്ട് ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിയെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ആവശ്യമെങ്കിൽ ആ ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലൊരു ഷേപ്പാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വടയുടെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. നമുക്കൊരു പാനിനെ ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്ന് ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ളത് ഈ ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം, കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഈവനിങ് സ്നാക്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ. താങ്ക്